So let us move on to the next stanza. Next stanza നോക്കാം. And beautiful pearls plucked from the crown of Ishtar by the daughter of dawn to embellish the gardens. So I am beautiful. Again, the rain is saying us, I am beautiful pearls. ഞാൻ സുന്ദരങ്ങളായ പേൾസ് ആണ്, മുത്തുകളാണ്. പ്ലക്ഡ് ഫ്രം ദ ക്രൗൺ ഓഫ് ഇസ്താർ. ഇസ്താർ ആരാണ്? ഇസ്താർ ഒരു ദേവതയാണ്. ഇസ്താർ ബാബിലോണിയൻ ഗോഡസ് ആണ്. ബാബിലോണിയൻ ഗോഡസ് ഓഫ് ലവ് ആൻഡ് ഫെർട്ടിലിറ്റി. ലവിൻ്റെയും ഫെർട്ടിലിറ്റിയുടെയും വാറിൻ്റെയും ഒക്കെ ദേവതയാണ് ഇസ്താർ. അപ്പോൾ ഇവിടെ എന്താണെന്നാണ് പറയുന്നത്? ഞാൻ ആ ഇസ്താർ ദേവതയുടെ ക്രൗണിൽ നിന്നും ഉതിർത്തിയെടുത്ത, അവിടെ നിന്ന് പ്ലക്ക് ചെയ്തെടുത്ത, പ്ലക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എങ്ങനെയാണ് നമ്മൾ പൂക്കൾ പ്ലക്ക് ചെയ്യുന്നത് അല്ലേ? പൂക്കൾ നമ്മൾ നുറുക്കിയെടുക്കും. അപ്പോൾ അതുപോലെ അങ്ങനെ എടുത്ത ആ ഇസ്താറിൻ്റെ ക്രൗണിൽ നിന്നും പിഴുതെടുത്ത ബ്യൂട്ടിഫുൾ പേൾസ് ആണ് ഞാൻ. അത് ആരാണത് പിഴുതെടുത്തത്? ബൈ ദ ഡോട്ടർ ഓഫ് ഡോൺ. ഡോൺ മീൻസ് ഏർലി മോർണിംഗ്. രാവിലെ ആ പ്രഭാതത്തിൻ്റെ മകളാണ് അത് പിഴുതെടുത്തത്. എന്തിനാണ് അവളത് ചെയ്തത്? ടു എംബലിഷ് ദ ഗാർഡൻസ്. ടു എംബലിഷ് അഗെയിൻ മീൻസ് ടു ഡെക്കറേറ്റ്, ടു ബ്യൂട്ടിഫൈ ആണ് ഉദ്ദേശിക്കുന്നത്. സോ അവളുടെ ഗാർഡൻസിനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടാണ് അവൾ ഈ മഴത്തുള്ളികൾ എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്? ഇസ്താർ ദേവതയുടെ ക്രൗണിൽ നിന്നെടുത്ത, പ്ലക്ക് ചെയ്തെടുത്ത ബ്യൂട്ടിഫുൾ പേൾസ് ആണ്. ആ പേൾസ് ആരാണ് പിഴുതെടുത്തത്? ഡോട്ടർ ഓഫ് ഡോൺ. രാവിലെ ഏർലി മോർണിംഗിൻ്റെ മകള്. അവൾ അത് പിഴുതെടുത്ത് എന്തിനാണ് പിഴുതെടുത്തത്? അവളുടെ സുന്ദരങ്ങളായ, പ്രകൃതിയുടെ സുന്ദരങ്ങളായ ഗാർഡൻസിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവളത് പിഴുതെടുത്തത്. So when I cry, the hills laugh. When I humble myself, the flowers rejoice. When I bow, all things are elated. When I cry, ഞാൻ എപ്പോഴാണോ ക്രൈ ചെയ്യുന്നത്, കരയുന്നത്, the hills laugh. എപ്പോഴാണ് ക്രൈ ചെയ്യുന്നത്? ഇപ്പോഴത്തെ ഒരു സീസണിൽ നമുക്കറിയാം എപ്പോഴാണ് ക്രൈ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ തണ്ടർ അല്ലേ? ഞാൻ എപ്പോഴാണോ കരയുന്നത്, ആ കരയുന്ന സമയത്ത് തണ്ടറും ഒക്കെ കൂടിയായി കരയുന്ന ആ മഴത്തുള്ളികൾ താഴേക്ക് വീണ് ഈ ഇടിമുഴക്കത്തോടുകൂടി വീഴുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഹിൽസിൽ തട്ടിയിട്ട് ഹിൽസ് അത് പ്രതിഫലിപ്പിക്കും അല്ലേ? ദ ഹിൽസ് laugh. When I humble myself എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? വളരെ സ്മൂത്ത് ആയിട്ടുള്ള റെയിൻ, വളരെ ചാറ്റൽ മഴ. ഒരു ചാറ്റൽ മഴയാവുമ്പോഴോ humble myself, the flowers rejoice. ആ ഫ്ലവേഴ്സ് എന്ത് ചെയ്യും? ഫ്ലവേഴ്സ് വളരെ ഹാപ്പി, റിജോയ്സ് ചെയ്യുന്ന വെച്ചാൽ ഫ്ലവേഴ്സ് അത് എൻജോയ് ചെയ്യും. ചാറ്റൽ മഴയാകുമ്പോൾ നമുക്ക് കാണാം പൂക്കളുടെ മുകളിലൊക്കെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഓരോ തുള്ളിയായിട്ടൊക്കെ വന്ന് നിൽക്കുന്നത് കാണാം. അപ്പോൾ എപ്പോഴാണോ ഞാൻ വളരെ ഹമ്പിളാവുന്നത് ഉദ്ദേശിക്കുമ്പോൾ വളരെ ചാറ്റലായിട്ട് നിൽക്കുമ്പോൾ ഫ്ലവേഴ്സ് ഹാപ്പി ആയിരിക്കും. when I bow means when I low. when I bow means താഴേക്ക് കുമ്പിടുക. when I bow, all things are elated means happy. എല്ലാ വസ്തുക്കളും ഹാപ്പിയായി മാറും. when I bow, ഇവിടെ റെയിൻബോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഞാൻ എപ്പോഴാണോ കുമ്പിടുന്നത്, എപ്പോഴാണോ ഞാനത് ഹമ്പിളാവുന്നത്, അപ്പോൾ എന്ത് സംഭവിക്കും? എല്ലാ വസ്തുക്കളും, ഭൂമിയിലെ എല്ലാ വസ്തുക്കളും ഹാപ്പി ആയിട്ട് മാറും. Let's move on to the next stanza. The fields and the clouds are lovers, and between them I am a messenger of mercy. I quench the thirst of one, I cure the ailment of the other. So the field and the clouds, fieldsും ക്ലൗഡ്സും ലവേഴ്സ് ആണെന്നാണ് ഇവിടെ നമ്മുടെ ഖലീൽ ജിബ്രാൻ പറയുന്നത്. കാരണം എന്താണ്? ഫീൽഡ്സ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ഫീൽഡ് ഇവിടെ വറ്റി വരണ്ട് കിടക്കുന്ന
കൃഷി സ്ഥലങ്ങൾ, ആ കൃഷി സ്ഥലങ്ങളുടെ മേലുള്ള മഴമേഘങ്ങൾ, ക്ലൗഡ്സ്, ഇവർ രണ്ടുപേരും ലവേഴ്സ് ആണെന്നാണ് പറയുന്നത്. ആൻഡ് ബിറ്റ്വീൻ ദം, ഇപ്പോൾ ലവേഴ്സ് ആകുമ്പോൾ എന്താണ്, അവർ മീറ്റ് ചെയ്യാനായിട്ട് വളരെ ഈഗർ ആയിരിക്കും അല്ലേ, രണ്ടുപേരും. ആ ഓരോ ലവറും അടുത്ത ആളെ മീറ്റ് ചെയ്യാനായിട്ട് വളരെ ആകാംക്ഷയോടെ, വളരെ ആഗ്രഹത്തോടു കൂടിയിരിക്കും. ആ ഒരു ഈഗർനെസ്സോടു കൂടി അവർ രണ്ടുപേരും വെയിറ്റ് ചെയ്യും. അവരുടെ ഇടയിലുള്ള ഒരു മെസ്സഞ്ചറാണ് ഞാൻ. ഈ ക്ലൗഡിൻ്റെയും ഈ ഡ്രൈ ആയി കിടക്കുന്ന ഫീൽഡിൻ്റെയും ഇടയിലുള്ള ഒരു ദയയുടെ, മേഴ്സി എന്ന് വെച്ചാൽ ദയയുടെ ഒരു മെസ്സഞ്ചറാണ് ഞാൻ. ആൻഡ് ബിറ്റ്വീൻ ദം ഐ എം എ മെസ്സഞ്ചർ ഓഫ് മേഴ്സി. ഐ ക്വെഞ്ച് ദ തേഴ്സ്റ്റ് ഓഫ് വൺ. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരാളുടെ ദാഹത്തെ ഞാൻ ശമിപ്പിക്കുന്നു. ആരുടെ ദാഹത്തെയാണ് ശമിപ്പിക്കുന്നത്? യെസ്, വറ്റി വരണ്ട് കിടക്കുന്ന ആ കൃഷിസ്ഥലങ്ങളുടെ ദാഹത്തെ ഞാൻ ശമിപ്പിക്കുന്നു. ഐ ക്യൂർ ദ എയിൽമെൻറ്റ് ഓഫ് ദ അതർ. അടുത്ത ആളുടെ ആ വീർപ്പുമുട്ടലിനെ, ക്ലൗഡിൻ്റെ ആ ഫീൽഡിനെ കാണാനായിട്ട്, ആ കാമുകനെ അല്ലെങ്കിൽ കാമുകിയെ, അടുത്ത പാർട്ട്ണറെ കാണാൻ കൊതിച്ച് നിന്ന് വീർപ്പുമുട്ടി നിൽക്കുന്ന ആ ക്ലൗഡിൻ്റെ വീർപ്പുമുട്ടലിനെ, ആ ഒരു അസ്വസ്ഥതയെ ഞാൻ ഇല്ലാതാക്കുന്നു. ഐ ക്യൂർ ദ എയിൽമെൻറ്റ് ഓഫ് ദ അതർ. അടുത്ത സ്റ്റാൻസ് നോക്കാം. The voice of thunder declares my arrival. The rainbow announces my departure. I am like earthly life, which begins at the feet of mad elements and ends under the upraised wings of death. So, സ്റ്റാൻസിൽ എന്താ പറയുന്നത്? The voice of thunder declares my arrival. ഇടിമുഴക്കങ്ങൾ എൻ്റെ വരവിനെ അറിയിക്കുന്നു. The rainbow announces my departure. നമുക്കറിയാം റെയിൻബോ എപ്പോഴാണ് ഉണ്ടാവുക? ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ വന്ന് മഴ പോകാൻ നേരമാകുമ്പോൾ, ഒരു ചെറിയ വെയിലും കൂടി ഉണ്ടെങ്കിൽ ആ സമയത്താണ് നമ്മൾ റെയിൻബോ കാണാറ്. അപ്പോൾ ആ റെയിൻബോ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എൻ്റെ പോകൽ, എൻ്റെ തിരിച്ചു പോകലിനെ സൂചിപ്പിക്കുന്നു. ഐ ആം ലൈക്ക് എർത്തിലി ലൈഫ് വിച്ച് ബിഗിൻസ് അറ്റ് ദ ഫീറ്റ് ഓഫ് മാഡ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ സാധാരണ എല്ലാ ഭൂമിയിലെ എല്ലാത്തിനെയും പോലെ തന്നെയാണ് ഞാനും. ഐ ആം ലൈക്ക് എർത്തിലി ലൈഫ് which begins at the mad elements and ends under the upraised wings of death. ഭൂമിയിലെ ഏത് വസ്തു എടുത്തു നോക്കിയാൽ അത് ഉണ്ടായിരിക്കുന്നത് പഞ്ചഭൂതങ്ങളിൽ നിന്നാണെന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ്, ഈ മഴയും പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. മാഡ് എലമെൻറ്റ്സ്, ആ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ആൻഡ് എൻഡ്സ് അണ്ടർ ദ അപ്രൈസ്ഡ് വിങ്സ് ഓഫ് ഡെത്ത്. എനിക്കും ഞാൻ ആ മഴയായിട്ടൊഴുകി തീരുമ്പോൾ ഞാൻ ഭൂമിയിലേക്ക് തന്നെ, ഈ ഭൂമിയിൽ നിന്നുള്ള വെള്ളം, നമ്മൾ സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ നോക്കിയാൽ നമുക്ക് എങ്ങനെയാണ് പറയാം? ഈ ഭൂമിയിൽ നിന്ന് തന്നെ ബാഷ്പീകരിച്ചാണ്, നമുക്കറിയാം മഴ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. കടലിൽ നിന്നും നദികളിൽ നിന്നുമൊക്കെയുള്ള വെള്ളം ബാഷ്പീകരിച്ച് ആവിയായി മുകളിലേക്ക് പോയി അത് തണുത്ത് ഘനീഭവിച്ചിട്ടാണ് തിരിച്ച് മഴയായി പോയിരുന്നത്. ആ മഴയായി വന്നു കഴിഞ്ഞിട്ടോ എന്ത് സംഭവിക്കുന്നു? അപ്പോൾ എന്തിൽ നിന്നാണ്? ഈ പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഞാൻ ഉണ്ടായി. തിരിച്ചോ ഞാൻ ആ ഭൂമിയിലേക്ക് തന്നെയാണ് മഴയായി ഒഴുകി, ആ ഭൂമിയിലേക്ക് തന്നെ അലിഞ്ഞ് ഇല്ലാതെയാവുന്നു. എൻ്റെ മരണം അവിടെ സംഭവിക്കുന്നു. ആ ഭൂമിയിലേക്ക് അലിഞ്ഞില്ലാതാവുന്നതോടുകൂടി, മഴയായി പെയ്ത് ഞാൻ ഈ ഭൂമിയിലേക്ക് അലിഞ്ഞു ചേരുന്നതോടെ എൻ്റെ മരണം അവിടെ സംഭവിക്കുന്നു. അണ്ടർ ദ അപ്രൈസ്ഡ് വിങ്സ് ഓഫ് ഡെത്ത്. അപ്പോൾ ഈ ഭൂമിയിൽ ഏതൊന്നിനെയും പോലെ ഞാൻ ജനിക്കുന്നു, പഞ്ചഭൂതങ്ങളിൽ നിന്ന് ജനിക്കുന്നു, ആ പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ അലിഞ്ഞ് ഞാൻ ഇല്ലാതാവുന്നു. ഐ എമേർജ് ഫ്രം ദ ഹേർട്ട് ഓഫ് ദ സീ. ഇവിടെ ആ സയൻറ്റിഫിക് പ്രോസസ്സിനെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്. I emerge from the heart of the sea, soar with breeze. When I see a field in need, I descend and embrace the flowers and the tree in a million little ways. ഇപ്പോൾ എന്താ ചെയ്യുക? ഐ എമേർജ് ഫ്രം ദ ഹാർട്ട് ഓഫ് സീ. ഞാൻ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? എവിടെ നിന്നാണ് ഞാൻ ഉയരുന്നത്? ഹാർട്ട് ഓഫ് സീ, കടലിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ ഉണ്ടാവുന്നത്. കടലിൻ്റെ ഹൃദയത്തിൽ, അവിടെ ആ സയൻറ്റിഫിക് പ്രോസസ്സിനെയാണ് ഖലീൽ ജിബ്രാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. കടൽ വെള്ളം ബാഷ്പീകരിക്കപ്പെടുന്നു അല്ലേ, ബാഷ്പീകരിച്ചപ്പെട്ടാണ് ആ മഴ ഉണ്ടാവുന്നത്. അതിൻ്റെ ബേസിക് പ്രോസസ്സ് അതാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സോർ വിത്ത് ബ്രീസ്. ബ്രീസ് കാറ്റിൻ്റെ കൂടെ ഞാൻ
കാറ്റിൽ അലിഞ്ഞ് ഞാൻ നടക്കുന്നു. ആൻഡ് ദെൻ എന്ത് ചെയ്യുന്നു? കടലിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ഉയർന്നു വരുന്നു, ഇളങ്കാറ്റിനൊപ്പം ഞാൻ പറന്നുയരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വെൻ ഐ സീ എ ഫീൽഡ് ഇൻ നീഡ്, എപ്പോഴാണോ ഞാനൊരു കൃഷിസ്ഥലത്തെ ഒരു വയൽ വറ്റി വരണ്ട് കിടക്കുന്നത്, എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വയലിനെ ഞാൻ കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? എന്നെ ആവശ്യമുള്ള ഒരു വയലിനെ ഞാൻ കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളൊരു വയലിനെ കാണുമ്പോൾ ഐ ഡിസെൻഡ് എന്ന് വെച്ചാൽ താഴേക്ക് ഇറങ്ങി വരുന്നു. ഞാൻ താഴേക്ക് ഇറങ്ങുന്നു. ഐ ഡിസെൻഡ് ആൻഡ് എംബ്രേസ് മീൻസ് ഹഗ്, ആലിംഗനം ചെയ്യുന്ന. എംബ്രേസ് ദ ഫ്ലവേഴ്സ് ആൻഡ് ദ ട്രീസ് ഇൻ എ മില്യൺ ലിറ്റിൽ വേസ്. ഞാൻ എന്ത് ചെയ്യുന്നു? കെട്ടിപ്പിടിക്കുന്നു. ആരെയാണ് കെട്ടിപ്പിടിക്കുന്നത്? ഫ്ലവേഴ്സിനെയും പുഷ്പങ്ങളെയും മരങ്ങളെയും എല്ലാത്തിനെയും ഞാൻ ആലിംഗനം ചെയ്യുന്നു. എങ്ങനെ? ഇൻ എ മില്യൺ ലിറ്റിൽ വേസ്, ഓരോ മഴത്തുള്ളികളായി ഞാൻ എൻ്റെ ലോലമായ വിരലുകൾ കൊണ്ട് എൻ്റെ ആയിരം വിധത്തിൽ, അല്ലേ? ചിലത് സൈഡ് വൈസ് ആയിരിക്കും, ചിലത് മുകളിൽ നിന്നുള്ള ഡ്രോപ്ലെറ്റ്സ് ആയിട്ടായിരിക്കും, ചിലത് കാറ്റിലൂടെ ചരിഞ്ഞിട്ടായിരിക്കും. ഇങ്ങനെ പലതരത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ മരങ്ങളെയും പുഷ്പങ്ങളെയും ഒക്കെ ഞാൻ ആലിംഗനം ചെയ്യുന്നു. I touch gently at the windows with my soft fingers, and my announcement is a welcome song. All can hear, but only the sensitive can understand. I touch gently. നമ്മൾ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. നമ്മൾ ജനലടച്ചിട്ടിരിക്കുകയാണെങ്കിൽ മഴ പെട്ടെന്ന് പെയ്യുമ്പോൾ എന്ത് പറ്റും? ചരിഞ്ഞിട്ട് മഴത്തുള്ളികൾ ചരിഞ്ഞ് അതിലേക്ക് അടിക്കുമ്പോൾ എന്ത് ചെയ്യാണ്? ആ മഴയെ ഒരു വ്യക്തിയായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ എന്ന് ആലോചിക്കുക. അതിൻ്റെ ചെറിയ വിരലുകൾ കൊണ്ട് അതെന്ത് ചെയ്യാണ്? വിൻഡോസിനെ, ജനലുകളെ സ്പർശിക്കുന്നു. വിത്ത് ഇറ്റ് സോഫ്റ്റ് ഫിംഗേഴ്സ് ആൻഡ് മൈ അനൗൺസ്മെൻറ്റ് ഈസ് എ വെൽക്കം സോങ്. എൻ്റെ അനൗൺസ്മെൻറ്റ് നമുക്ക് നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിക്കുക. മഴ പെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? പെട്ടെന്ന് ഒറ്റയടിക്ക് ഇങ്ങനെ പെയ്യുന്നതിനേക്കാളും നമ്മളെങ്ങനെയാണ് ഒരോടത്തു നിന്ന് ഇങ്ങനെ പെയ്ത് വരുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ഒരു വെൽക്കം, ഒരു ഗാനം പോലെയാണ്, ഒരു വെൽക്കം സോങ് പോലെയാണ്. നിങ്ങൾ ഇനി മഴ പെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾ ഒറ്റയടിക്കല്ല പെയ്യുക, പതുക്കെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പെയ്ത് വരികയാണ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു പാടത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും കാണാം, ദൂരത്തുനിന്ന് ഇങ്ങനെ മഴ പെയ്ത് വരുന്നത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും, ഒരു സ്ഥലത്ത് നിന്ന് പെയ്ത് വരുന്നത്. ആൻഡ് മൈ അനൗൺസ്മെൻറ്റ് ഈസ് എ വെൽക്കം സോങ്. അപ്പോൾ ഈ വെൽക്കം സോങ് ഓൾ ക്യാൻ ഹിയർ, എല്ലാവർക്കും ഈ വെൽക്കം സോങ് കേൾക്കാൻ പറ്റും. പക്ഷേ ഓൺലി ദ സെൻസിറ്റീവ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ എല്ലാവരും ഇത് കേൾക്കുന്നുണ്ടാവും, പക്ഷേ സെൻസിറ്റീവായ ഒരാൾക്ക് മാത്രമേ അതൊരു സ്വാഗത ഗാനമായി ആസ്വദിക്കാൻ പറ്റുള്ളൂ. സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലർ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ചെറിയ കാര്യങ്ങൾ കൊണ്ട് സങ്കടവും അവർ പെട്ടെന്ന് ചിരിക്കുകയും ചെയ്യും. വളരെ ചെറിയൊരു തമാശ പറഞ്ഞാൽ പോലും അവർ ഭയങ്കരമായിട്ട് ചിരിക്കും, ഭയങ്കരമായിട്ട് അതിനെ എൻജോയ് ചെയ്യും. പക്ഷെ ചെറിയൊരു കാര്യം പറഞ്ഞ് എന്തെങ്കിലും ഒരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് കരയുകയും ചെയ്യും. അവരെയാണ് നമ്മൾ സെൻസിറ്റീവ് എന്ന് പറയുക. ആ സെൻസിറ്റീവിന് വേറൊരർത്ഥം കൂടിയുണ്ട്. അങ്ങനെ ആ ഒരു രീതിയിലുള്ളവർക്ക് അവർ കവിതയൊക്കെ ആസ്വദിക്കുന്നവരായിരിക്കും. കവിതകൾ, സിനിമകൾ ഒക്കെ, അല്ലെങ്കിൽ കഥകൾ, ഇതൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ അവർക്ക് പറ്റും. അങ്ങനെയുള്ളവർക്കാണ് ഈ സ്വാഗത ഗാനത്തെ ആസ്വദിക്കാൻ പറ്റുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.